വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. യോവേൽ പ്രവചനം 2-ാം അധ്യായം 12-13 വാക്യങ്ങൾ ഇപ്രകാരമാണ്: നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ യഹോവയിലേക്ക് തിരുവീൻ. വസ്ത്രങ്ങളെയല്ല, ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് തിരുവീൻ. അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയും ഉള്ളവൻ ആകുന്നു. തെക്കേ രാജ്യമായ യഹൂദയിൽ BC 835 മുതൽ 796 വരെ രാജാവായിരുന്ന യോവാശിൻ്റെ കാലത്ത് ഉണ്ടായ കൊടും വരൾച്ചയാണ് ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലം. യോവാശിൻ്റെ കാലത്തെ പോലെയുള്ള കൊടും വരൾച്ചയുടെ കാലത്തിലൂടെയാണ് നാമും കടന്നു പോകുന്നത്. കേരളം ഒട്ടാകെ ചൂട് വർദ്ധിച്ച് മനുഷ്യന് പുറത്തിറങ്ങുവാൻ പോലും പറ്റാത്ത സാഹചര്യം. ഈ സാഹചര്യത്തിൽ നമുക്ക് ചെയ്യുവാനുള്ളത് കരുണയും കൃപയും ദയയുള്ളവനായ കർത്താവിൻ്റെ അടുക്കിലേക്ക് തിരിയുക എന്നത് മാത്രമാണ്. കർത്താവിലേക്ക് തിരിയുക എന്നത് അനുതാപത്തെ സൂചിപ്പിക്കുന്നു. എന്താണ് അനുതാപം? ഇറ്റ് ഈസ് എ ചേഞ്ച് ഓഫ് മൈൻഡ് ദാറ്റ് ലീഡ്സ് ടു എ ചേഞ്ച് ഓഫ് കോണ്ടക്ട്. മനുഷ്യ സ്വഭാവത്തിന് ആകമാനം വ്യതിയാനം വരത്തക്കവണ്ണം മനുഷ്യ മനസ്സിന് സംഭവിക്കുന്ന രൂപാന്തരം, മനുഷ്യൻ്റെ ചിന്ത, വീക്ഷണം, പ്രവർത്തനം, ഇതിലെല്ലാം വരുന്ന ഒരു വലിയ പരിവർത്തനമാണ് അനുതാപം. നാം പിന്നിട്ട നാളുകളിലേക്ക് നമുക്ക് ഒന്ന് തിരിഞ്ഞ് നോക്കാം. അപ്പോൾ നമ്മുടെ വ്യക്തി ജീവിതത്തിലും സഭാ ജീവിതത്തിലും വന്നു പോയിട്ടുള്ള വീഴ്ചകൾ കണ്ടെത്തുവാൻ നമുക്ക് കഴിയും. അവയെല്ലാം പരിഹരിച്ച് ജീവിതത്തിന് ആകമാനം രൂപാന്തരം വരുത്തുവാൻ നാം തയ്യാറാകണം. എന്നേക്കുമായി നമുക്ക് ദൈവത്തോട് മറുതലിച്ച് നിൽപ്പാൻ കഴിയില്ല. ഒന്നുകിൽ ദൈവശബ്ദം കേട്ട് പൂർണ്ണമായി അവനെ അനുസരിക്കുക, അല്ല എങ്കിൽ യഹോവയോട് മറുതലിച്ച് അവൻ്റെ കോപം അനുഭവിക്കുക. ഈ രണ്ടിൽ ഒന്നല്ലാതെ വേറൊരു മാർഗം നമ്മുടെ മുൻപിൽ ഇല്ല. എങ്കിലും ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം ദൈവത്തോട് അടുത്ത് ചെന്ന് അവനെ അനുസരിച്ച് പുതുക്കം പ്രാപിക്കണം എന്നാണ്. ഈ പകൽക്കാലം കർത്താവ് നമുക്ക് നൽകുന്ന ചില ചിന്തകൾ പങ്കുവെക്കാം. ഒന്ന്, ലെറ്റ് us റിവ്യൂ അവർ ലൈഫ്സ്. നമ്മുടെ ജീവിതത്തെ പുനർചിന്തനത്തിന് വിധേയമാക്കണം. പലപ്പോഴും മറ്റുള്ളവരുടെ ജീവിതത്തെയാണ് നാം പരിശോധിക്കുന്നത്, നമ്മുടെ ജീവിതത്തെ പരിശോധിക്കാറില്ല. സ്വന്തം കണ്ണിൽ കോൽ വെച്ചുകൊണ്ട് അന്യൻ്റെ കണ്ണിലെ കരടെടുക്കുവാനാണ് നമുക്ക് താല്പര്യം. മറ്റുള്ളവരെയല്ല, നമ്മെ തന്നെ നമുക്ക് പരിശോധിക്കാം. സങ്കീർത്തനക്കാരനെ പോലെ, കർത്താവേ, വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ എന്ന് പ്രാർത്ഥിപ്പാൻ നാം തയ്യാറാകണം. 2, ലെറ്റ് us റെക്കഗ്നൈസ് അവർ ഫെയിലിയേഴ്സ്. നമ്മുടെ പരാജയങ്ങളെക്കുറിച്ച് ബോധവാന്മാർ ആകണം. തെറ്റുകളും പരാജയങ്ങളും മനുഷ്യ സഹജമാണ്. ആരും തന്നെ പൂർണ്ണരല്ല. അതുകൊണ്ട് ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കാം. എന്നാൽ തെറ്റുകൾ അംഗീകരിക്കുവാൻ തയ്യാറാകണം. അപ്പോഴാണ് ജീവിതം വിജയകരമാകുന്നത്. ഞാൻ എന്തു പറഞ്ഞാലും അത് തെറ്റായാലും ശരിയായാലും എല്ലാവരും അംഗീകരിക്കണമെന്ന് ശഠിക്കുന്നവരല്ലേ നമ്മൾ? നമ്മുടെ തെറ്റുകൾ മറച്ചു വെക്കുവാൻ ശ്രമിക്കും. നമ്മുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരെ നാം വെറുക്കുകയും ചെയ്യും. അത് അപകടമാണ്. തെറ്റുകളെ അംഗീകരിക്കുവാനും അവയെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് സമ്മതിച്ച് അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ജീവിത വിജയം നേടുവാനും നാം തയ്യാറാകണം. 3, ലെറ്റ് us retrace our steps. നമ്മുടെ ചുവടുകളെ പഴയപടി ഉറപ്പിക്കാം. ചുവടുകൾ ഉറപ്പിക്കേണ്ടത് പാറയാം ക്രിസ്തുവിൽ ആണ്. അല്ലാത്ത പക്ഷം വീട് പോകും. അനേകർ തകർന്നു വീണ ഓട്ടക്കളത്തിലാണ് നാം ഇന്ന് നിൽക്കുന്നത്. ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട് ശിംശോൻ പോലും വീണുപോയ ഓട്ടക്കളമാണത്. ശിംശോൻ്റെ വീഴ്ച ഭയങ്കരമായിരുന്നു.
ആ അവസ്ഥ നമുക്ക് ഉണ്ടാവരുത്. അതുകൊണ്ട് ധൈര്യത്തോട് ഇപ്പോൾ തന്നെ കൃപാസനത്തിനടുത്തേക്ക് കടന്നു ചെല്ലാം, എങ്കിൽ നാം വീണുപോകില്ല. നമ്മുടെ മുൻപിലുള്ള ദിനങ്ങൾ പാപത്തെ ഓർത്ത് അനുദപിക്കുന്ന ദിവസങ്ങളായി തീരട്ടെ. ജീവിതത്തെ പുനർചിന്തനത്തിന് വിധേയമാക്കി പ്രാർത്ഥിക്കാം. കർത്താവെ, വ്യസനത്തിലുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ നടത്തണമേ എന്ന്. അതോടൊപ്പം നമ്മളുടെ പാദങ്ങളെ പാറയാകുന്ന കർത്താവിൽ ഉറപ്പിക്കാം. എങ്കിൽ വൻമഴ ചൊരിയട്ടെ, കാറ്റടിക്കട്ടെ, കൊടും വരൾച്ചയുണ്ടാകട്ടെ, നാം വീണുപോകില്ല. എപ്പോഴും ആശ്രയിപ്പാൻ കഴിയുന്ന കൃപാസനം ആയിരിക്കട്ടെ നമ്മളുടെ അഭയസ്ഥാനം. കർത്താവെ, കരച്ചിലോടും ഉപവാസത്തോടും ഹൃദയത്തെ തന്നെ കീറി കൃപാസനത്തിൽ അഭയം കണ്ടെത്തുവാൻ എന്നെയും സഹായിക്കണമേ. ആമേൻ.